കുറച്ചധികം നാളായിട്ടോ ഞാൻ ഫോട്ടോഷൂട്ടിനൊക്കെ പോയിട്ട്. വേറെ വർക്കും കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഫോട്ടോഷൂട്ടിന് പോകാൻ സമയം കിട്ടാറില്ല. ഈ അടുത്ത് എന്റെ കസിൻ ചേട്ടന് ഒരു വാവ ഉണ്ടായി. അപ്പൊ എന്നോട് വാവയുടെ കുറച്ച് ഫോട്ടോസ് എടുത്ത് തരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു വൈനോ എന്തായാലും കുറെ നാളായി ആൾക്കാരുടെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട്, അപ്പൊ വാവയുടെ ഫോട്ടോസ് എടുക്കാന്ന് കരുതി. ചൂടായതുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എടുക്കാനുള്ളതുകൊണ്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടീഷർട്ടും പിന്നെ ഒരു പാൻസ് ആണ് ഇട്ടത്. ലിപ്സ്റ്റിക്കും ഐബ്രോസും പിന്നെ കണ്ണിൽ ചെറുതായിട്ടൊരു വിങ് ലൈനർ മാത്രം വരച്ചു കൊടുത്തിട്ടുള്ളൂ. ചില ദിവസങ്ങൾ എനിക്ക് അങ്ങനെ മേക്കപ്പ് ഇടാൻ നല്ല മടിയായിരിക്കും. അപ്പൊ എന്നെ പോലെ മടിച്ചുകളുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ഷൂട്ടിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ റെന്റിനെടുക്കാനായിരുന്നു. അപ്പൊ പോകുന്ന വഴിയിൽ കരിമ്പിൻ ജ്യൂസ് കണ്ടപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു അത് കുടിച്ചിട്ട് പോവാന്ന്. ഇതാണ് കേട്ടോ വാവയുടെ ചേട്ടനും വാവയുടെ പപ്പയും. അങ്ങനെ കരിമ്പിൻ ജ്യൂസ് വന്നു, കുടിച്ചു. നേരെ വാവയുടെ അടുത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോഴേക്കും വാവ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു സമയത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഷൂട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. വാവനക്ക് എടുത്താനുള്ള ഈ ഒരു കുഞ്ഞിക്കൊട്ട ഞങ്ങൾ ഇന്നലെ വാങ്ങിച്ചായിരുന്നു. പിന്നെ ബാക്ക് ഡ്രോപ്പ് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു തന്നെയാണ്. സത്യം പറഞ്ഞ വാവയുടെ ഫോട്ടോസ് എടുക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ട് വാവനെ ഈ ഒരു ക്ലോത്തിൽ റാപ്പ് ചെയ്യുന്നതായിരുന്നു. കൊച്ചിന്റെ അപ്പനും അറിയില്ല, അമ്മയ്ക്കും അറിയില്ല, ഫോട്ടോഗ്രാഫർ ആയിട്ടുള്ള എനിക്കും അറിയില്ല. യൂട്യൂബിലെ വീഡിയോസ് ഒക്കെ കണ്ട് ഞങ്ങൾ റാപ്പ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഒന്നും അങ്ങോട്ട് ശരിയാവുണ്ടായിരുന്നില്ല. ഞങ്ങൾ റാപ്പ് ചെയ്ത് വരുമ്പോഴേക്കും കൊച്ചിന്റെ കൈയും കാലൊക്കെ പുറത്ത് വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊന്നും അല്ലടാ, ഇത് നമുക്കിന്ന് പോണ്ടേ? എന്റെ ഒരു കൈ എവിടെയാണ്? അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു കണക്കിന് ഞങ്ങൾ വാവനെ റാപ്പ് ചെയ്ത് വെച്ചു. അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും വാവ വിശന്നിട്ട് നല്ല കരച്ചിലായി. അങ്ങനെ ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും വാവ നല്ല ഉഷാറായി. പിന്നെ ഞാൻ വിചാരിച്ചു റാപ്പ് ഒന്നും ചെയ്യാണ്ട് അവളെ വെറുതെ വിടാം. അങ്ങനെ വാവയുടെ കുറെ നല്ല ഫോട്ടോസും കിട്ടി. ഞങ്ങൾ സന്ധ്യയൊക്കെ എപ്പോഴേക്കും ഇറങ്ങി റെന്റിനെടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുത്തിട്ട് ഷവർമ കഴിക്കാനായിട്ട് MRIയിൽ പോയി. ഞാൻ ഇവിടുത്തെ ഷവർമ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ആ കവർ ചെയ്തിരിക്കുന്ന റൊട്ടി കുറച്ചധികം ക്രിസ്പി ആയോ എന്നൊരു ഡൗട്ട്. എനിക്ക് സാധാരണ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. ബട്ട് ഗൈസ് കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു, വിശപ്പടക്കം. അങ്ങനെ ഷവർമയൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് പോയി. അപ്പൊ ഗൈസ് ഇനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ.